ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. ട്രാവൽ വ്ളോഗറായിട്ടുള്ള സുജിത് ഭക്തൻ കഴിഞ്ഞ ദിവസം UK വന്നിട്ട് സുഖമില്ലാതായി. തൊണ്ടയ്ക്ക് വേദനയായിട്ട് ഇവിടെ NHSൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചില്ല. വേദന അസഹനീയമായതുകൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്ന് കരുതി നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. തുടർന്ന് അദ്ദേഹം ഇവിടുത്തെ NHSൻ്റെ ട്രീറ്റ്മെൻറ്റ് പരാജയമാണ്, NHS പരാജയമാണ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അത് വൈറലാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം എന്ന് പറഞ്ഞ് പലരും മെസ്സേജ് വിടുന്നുണ്ട്. ഈ വിശ്വവിഖ്യാതമായ മൂക്കെന്ന് പറഞ്ഞുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയുണ്ടല്ലോ. ആ കഥയിൽ മൂക്കൻ ഇതിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയണം എന്നുള്ള ഒരു സംഭവമായതുപോലെ ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നൊക്കെ ആൾക്കാരിങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. എന്തായാലും UK ആയിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് ഈ സുജിത് ഭക്തൻ പറഞ്ഞത് ശരിയായില്ല, സുജിത് ഭക്തനെ വിമർശിക്കുന്നതും കാണാനിടയായി. സുജിത് ഭക്തന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. UK NHSൽ പെർഫെക്റ്റ് ആണെന്നുള്ള അഭിപ്രായം ഈ UK താമസിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പെർഫെക്റ്റ് അല്ല, പല പോരായ്മകളും NHSനുണ്ട്. അതിൻ്റെ പോരായ്മകളുള്ളത് കൊണ്ടാണല്ലോ ആയിരക്കണക്കിന് നഴ്സസ് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ UK റിക്രൂട്ട് ചെയ്യപ്പെടേണ്ടി വന്നത്. ഇവിടെ ആവശ്യത്തിന് സ്റ്റാഫില്ല, അതുപോലെ തന്നെ വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ അഭാവമുണ്ട്. ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് A&Eയിലൊക്കെ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. അതൊക്കെ ഈ സുജിത് ഭക്തൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ വന്നത് എനിക്ക് സുജിത്തിനോട് വിമർശനങ്ങളൊന്നും പറയാനില്ല. അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതേ അവസ്ഥ ഇനി മറ്റാർക്കും ഇതുപോലെ UK വിസിറ്റിന് വരുന്ന മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനായിട്ട് ചില കാര്യങ്ങൾ, എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെ ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് സുജിത് ഭക്തനെ പോലുള്ള ട്രാവലേഴ്സ് പല സ്ഥലങ്ങളും കറങ്ങി നടക്കുന്നത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ടൊരു താമസ സ്ഥലം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും പ്രാക്ടിക്കലാകുകയില്ല. അദ്ദേഹത്തിനോട് പറയാനുള്ള, ഇനി അദ്ദേഹം തിരിച്ചു വരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഇവിടെ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് അസുഖം വന്നാലും, പല്ലുവേദന, തലവേദന, ശരീരം വേദന, പനി, ഇങ്ങനെയുള്ള എന്ത് അസുഖം വന്നാലും നമ്മൾ ആദ്യം കഴിക്കുക 2 പാരസിറ്റമോൾ വീതം 4 നേരം അങ്ങ് എടുക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നില്ലെങ്കിൽ മാത്രമേ അടുത്ത വഴി നോക്കത്തുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ ചുമ വരികയാണെങ്കിൽ ഇവിടെ നമ്മളെ മെഡിക്കൽ സ്റ്റോറുകളുണ്ട്, അവിടെ പോയി നമുക്ക് ചുമയുടെ മെഡിസിൻ മേടിക്കാം. പലതരം മെഡിസിൻസ് അവൈലബിളാണ്. ഞാനൊക്കെ ഈ ഹണി ആൻഡ് ലെമൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിലക്കുറവാണ് അങ്ങനത്തെ കഫ് സിറപ്പ് കിട്ടും. അത് മേടിച്ച് ചുമ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ തന്നെ അടിക്കാൻ തുടങ്ങും. പിന്നെ പലപ്പോഴും നിങ്ങൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാനെപ്പോഴും തൊപ്പിയൊക്കെ വെച്ച് ഫുള്ള് കവർ ചെയ്തൊക്കെ ആയിരിക്കും നടക്കുന്നത്. കാരണം വീഡിയോ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, പുറത്ത് കാറിലൊക്കെ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ. കാരണം നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുകയല്ലേ, അതുപോലെ പലരും ഞാൻ കാണാറുണ്ട്. ഈ പുതിയതായിട്ട് വന്നിരുന്ന പല ആൾക്കാരും നല്ല കൊടും തണുപ്പത്തും വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്ന കാണാറുണ്ട്. ഞാൻ കാണുമ്പോൾ അവരോട് പറയും, നിങ്ങൾ ഇങ്ങനെ നടക്കല്ലേ, എന്തെങ്കിലും ഒക്കെ കരുതലെടുക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, സോക്സൊക്കെ ഇടുക, ഷൂ ഒക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ചെറുപ്പക്കാരല്ലേ, ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും. കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരസിറ്റമോൾ കഴിക്കുക, ഇതുപോലെ ആവശ്യത്തിന് പാരസിറ്റമോളൊക്കെ കഴിക്കുക, ഇതുപോലെ കഫ് സിറപ്പ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. കൂടാതെ ഇവിടെ വേറൊരു സംവിധാനം കൂടെ ഉണ്ട്. നമുക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ഫാർമസിയിൽ പോയി ഫാർമസിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. ഫാർമസിസ്റ്റും നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഫാർമസികളെ ആശ്രയിക്കുകയാണെങ്കിൽ ചെറിയ അസുഖങ്ങൾക്ക് അവരും ചികിത്സ നിർദ്ദേശിക്കും, മരുന്നുകൾ നിർദ്ദേശിക്കും.
അവിടെ രക്ഷയില്ലെങ്കിൽ ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ വരുന്ന ആൾക്കാർ ടെമ്പററി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അവർ താമസിക്കുന്ന ഏരിയയിലെ GPകളിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ടെമ്പററി രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ എടുക്കുക, GPയിൽ പോയി കാണിക്കുക, എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എമർജൻസിയിൽ പോവുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എമർജൻസി ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് പോകാൻ കഴിയുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വന്ന ആൾക്കാർ ചെല്ലുകയാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് തരാൻ അവർ ബാധ്യസ്ഥരാണ്. ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതാണ് ഇവിടുത്തെ നിയമം. പിന്നെ ഇതുപോലെ തൊണ്ടവേദനയായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ, പക്ഷേ ആ ഡോക്ടർ സുജിത് ഭക്തനോട് പറഞ്ഞത് രീതി എനിക്ക് കേട്ടപ്പോൾ വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, നിങ്ങൾ പാരസെറ്റമോൾ മേടിച്ച് കഴിക്കൂ എന്ന് പറയാമായിരുന്നു. അല്ലാതെ ചികിത്സ തരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിപ്പോയി. എന്തായാലും ഇനി വരുമ്പോൾ സുജിത് ഭക്തന് ഇതുപോലെ ഇതൊരനുഭവം ഉണ്ടാകാതിരിക്കട്ടെ, വേണ്ട മുൻകരുതലെടുക്കുക. അദ്ദേഹത്തിനോട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ നിരവധി മലയാളി ഡോക്ടേഴ്സ്, നഴ്സസൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ താങ്കളുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മലയാളി ഡോക്ടേഴ്സിനെ ഒന്ന് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. വളരെ നല്ല ഡോക്ടേഴ്സുണ്ട് മലയാളികളായിട്ട്. അവരുടെ സേവനം ഫോണിലൂടെയൊക്കെ അവരോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അവർ മറുപടി തരും. അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാവുന്നതാണ്. ഏതായാലും താങ്കളുടെ വീഡിയോകളൊക്കെ നല്ല രീതിയിൽ പോകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.